ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്നവരെ, ഇന്ന് നമ്മൾ ശ്രദ്ധിക്കുക വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 4-ാം അധ്യായം 23 മുതലുള്ള തിരുവചന ഭാഗങ്ങളാണ്. ഈശോയുടെ അത്ഭുത പ്രവർത്തികളാണ് നമ്മൾ കാണുക. അവൻ അവരുടെ സിനഗോഗുകളിൽ പഠിപ്പിച്ചു, രാജ്യത്തിൻ്റെ സുവിശേഷം പ്രഘോഷിച്ചു, രോഗികളെയും വ്യാധികളുള്ളവരെയും അവൻ സുഖപ്പെടുത്തി ഗലീല മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു. അവൻ രോഗികളെയും വ്യാധികളെയും അവൻ സുഖപ്പെടുത്തി. അവൻ ഗലീല മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു. അവൻ്റെ കീർത്തി സിറിയയിലെങ്ങും വ്യാപിച്ചു. അപ്പോൾ ഈശോ ചെയ്ത പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് പറഞ്ഞത്. 1, അവൻ അവരുടെ സിനഗോഗുകളിൽ പഠിപ്പിച്ചു. 2, രാജ്യത്തിൻ്റെ സുവിശേഷം പ്രഘോഷിച്ചു. ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രഘോഷിച്ചു. 3, അവൻ എല്ലാ രോഗികളെയും വ്യാധികൾ ബാധിച്ചവരെയും അവൻ സുഖപ്പെടുത്തി. ഇതറിഞ്ഞ ജനം അവൻ്റെ പക്കലേക്ക് രോഗികളെയും വ്യാധികളാലും വ്യഥകളാലും നിരാശയിലായിരിക്കുന്നവരെയും പിശാചുബാധിതർ, അവസ്മാര രോഗികൾ, തളർവാദ രോഗികൾ എന്നിവരെയും അവൻ്റെ പക്കലേക്ക് അവർ കൊണ്ടുവന്നു. അവൻ അവരെ സുഖപ്പെടുത്തി. പ്രൈസ് ദി ലോർഡ്. വ്യഥകൾ അനുഭവിക്കുന്നവർ, വ്യാധികളായിരിക്കുന്നവർ, നിരാശയിലായിരിക്കുന്നവർ, അവസ്മാര രോഗികൾ, തളർവാദ രോഗികൾ, പിശാചുബാധിതർ, ഇവരെല്ലാവരെയും ഈശോ സുഖപ്പെടുത്തിയതായിട്ട് നമ്മൾ കാണുകയാണ്. ഈശോയുടെ സൗഖ്യം ഇന്നും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ ശാരീരികമായ രോഗമുണ്ടാകുമ്പോൾ സ്വാഭാവികമായും നമ്മൾക്കറിയാവുന്ന ചിന്ത നല്ല ഡോക്ടറെ കാണണം, ചികിത്സിക്കണം എന്നുള്ളതാണ്. അതാവശ്യമാണ്. എന്നാൽ ഡോക്ടർമാരിൽ ഡോക്ടർ എന്ന് പറയുന്നത് ഈശോ മിശിഹായാണ്. അവൻ്റെ പക്കലേക്ക് നീ ഒന്ന് നടന്നെടുത്താൽ അവൻ നിന്നെ സുഖപ്പെടുത്തും. ഈശോയുടെ പക്കലേക്ക് ഇപ്പോൾ നമ്മൾ എങ്ങനെയാണ് നടന്നെടുക്കുക? പ്രധാനമായും ദൈവവചനം നാം ശ്രവിക്കുമ്പോഴും ദൈവവചനം നാം വായിക്കുമ്പോഴും ദൈവവചനത്തിൽ വിശ്വസിക്കുമ്പോഴും ഈശോ നിന്നെ സമീപിച്ചുകൊണ്ട് അവൻ നിന്നെ സുഖപ്പെടുത്തും. 2, കൂദാശകളിലൂടെ ദൈവത്തിൻ്റെ സൗഖ്യം നിന്നിലേക്ക് കടന്നു വരും. വിശുദ്ധ കുർബാനയിൽ നീ പോയി അണയുമ്പോൾ, കുമ്പസാരം എന്ന കൂദാശയിൽ നീ പോയി അണയുമ്പോൾ, നിനക്ക് സ്വീകരിക്കുവാൻ നിൻ്റെ പ്രായോഗികമായ രീതിയിൽ നിനക്ക് സ്വീകരിക്കാൻ പറ്റുന്ന ഏത് കൂദാശയാണോ നീ സ്വീകരിക്കുന്നുവോ ആ കൂദാശയിലൂടെ നിൻ്റെ ജീവിതത്തിലേക്ക് സൗഖ്യം കടന്നു വരും. 3-മതായി നമ്മൾക്ക് കാണാൻ സാധിക്കുക, ഈശോ എപ്പോഴും എഴുന്നള്ളിയിരിക്കുന്ന നിത്യാരാധന സ്ഥലമുണ്ട്. നിത്യാരാധനയിൽ രോഗികളായിരിക്കുന്ന നിന്നെയോ നിനക്കുള്ളവരെയോ നീ അറിയുന്നവരെയോ കൂട്ടിക്കൊണ്ട് പോയാൽ അവരുടെ ജീവിതത്തിൽ ഈശോ അവിടെയുണ്ട്. ഈശോ അവരെ സുഖപ്പെടുത്തും. എനിക്ക് അറിയാവുന്ന ഒരു കുടുംബമുണ്ട്. അവരുടെ മക്കൾക്ക് പരീക്ഷ അടുത്ത് വരുമ്പോൾ കുഞ്ഞിനും ഒരു അസ്വസ്ഥതയുണ്ട്, മകൾക്കും ഒരു അസ്വസ്ഥതയുണ്ട്, മാതാപിതാക്കൾക്കും ഒരു അസ്വസ്ഥതയുണ്ട്. ആ കുഞ്ഞിന് ചെറിയ അതായത് അലർജിയുടെ ഒരു അസുഖം അവർക്ക് ഉള്ളതുകൊണ്ട്
അല്ലെങ്കിൽ അങ്ങനെ ഫീൽ ചെയ്യുന്നത് കൊണ്ട് പരീക്ഷ എടുക്കുമ്പോൾ പരീക്ഷ എഴുതാൻ പറ്റുമോ എന്നൊരു ഭയം, ശരിയായിട്ട് ചെയ്യാൻ പറ്റുമോ എന്നൊരു ഭയം ഈ മകൾക്കും മാതാപിതാക്കൾക്കുമുണ്ട്. അവരെ ഞാൻ നയിച്ചത് നിത്യാരാധനയുടെ അടുത്തേക്കാണ്. മകൾ പരീക്ഷ എഴുതുന്നത് കൊണ്ട് മകൾക്ക് അതിൽ സംബന്ധിക്കുവാൻ സാധിക്കാത്തത് കൊണ്ട് മാതാപിതാക്കളോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ നിത്യാരാധനയുള്ള ചാപ്പലിലോ ധ്യാന കേന്ദ്രങ്ങളിലോ പോയിരുന്ന് ഈശോയുടെ മുമ്പിൽ പോയിരിക്കുക. അവിടെ നിങ്ങളുടെ പ്രശ്നങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ മകളെ അവരുടെ മുമ്പിൽ കൊണ്ടേ എത്തിക്കുക എന്ന് പറഞ്ഞാൽ ആത്മന മകളെ അവിടെ എത്തിക്കുക. ഈശോ സൗഖ്യപ്പെടുത്തും. പ്രിയ സഹോദരങ്ങളെ, അവരെല്ലാ പരീക്ഷകളിലും അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. മകൾ ഉന്നതമായ മാർക്കോടുകൂടി എല്ലാ സെമസ്റ്റർ പരീക്ഷയിലും പാസ്സാകുന്നുണ്ട്. അപ്പോൾ ഈശോയ്ക്ക് സൗഖ്യപ്പെടുത്തുവാൻ സാധിക്കും എന്നെന്ന് ആത്മാവിൽ വിശ്വസിക്കുകയും ആഴമായ വിശ്വാസത്തിൽ ആയിരിക്കുകയും ചെയ്യുക. ഈശോയുടെ സന്നിധിയിലേക്ക് കൊണ്ടുചെല്ലുമ്പോഴാണ് ഈശോയുടെ സൗഖ്യം നിൻ്റെ ജീവിതത്തിൽ വന്ന് നിറയുക. സ്നേഹമുള്ളവരെ, നമ്മുടെ മക്കൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കാം. അവരെ ഒരുപക്ഷെ നിങ്ങൾക്ക് നിത്യാരാധന സമയത്തേക്ക് ഇപ്പോൾ കൊണ്ടെത്തിക്കാൻ സാധിക്കുന്നില്ലായിരിക്കാം. കഴിയുന്നവർ നിങ്ങളുടെ അടുത്ത് എവിടെ നിത്യാരാധന സ്ഥലമുണ്ടോ അവിടെ പോകുവാനും അവിടെ ഇരുന്ന് ഈശോടൊത്തായിരിക്കുവാനും വചനങ്ങൾ ചിന്തിക്കുവാനും തൻ്റെ കുറവുകളെക്കുറിച്ച് ചിന്തിച്ച് കുറവുകൾ തിരുത്തി പുതിയ ഒരു വ്യക്തിയായി മാറി ഈശോയുടെ ഹൃദയത്തോട് ചേർന്ന് ജീവിക്കുവാൻ തീരുമാനമെടുക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ വലിയ അനുഗ്രഹങ്ങൾ വന്നു നിറയും. എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഏവരുടെ ജീവിതത്തിലും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം വന്ന് നിറയട്ടെ. രോഗികളായിരിക്കുന്നവർ ഈ നിമിഷം തന്നെ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. കാരണം ദൈവവചനം ശ്രവിക്കുമ്പോൾ തന്നെ ഈശോയാണ് അവരിലേക്ക് കടന്നു വരിക. ഈശോയുടെ സാന്നിധ്യം അവരുണ്ടാകും. കാരണം ദൈവവചനം ഈശോയാണ്. ഈശോയെ, ഈ മക്കളെ രോഗികളായിരിക്കുന്ന എല്ലാവരെയും നീ സുഖപ്പെടുത്തി അനുഗ്രഹിക്കണം ദാസം പ്രാർത്ഥിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി.